ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വ്യാഴാഴ്ച നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണ്. ഹോളിസ്റ്റിക് ഹെൽത്തിൽ നമുക്ക് എങ്ങനെ മൈൻഡ്ഫുൾനെസ് അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് ഇളങ്കോസ് സാറിലൂടെ കേൾക്കാം. ഞങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇളങ്കോസ് സാറിനെയും. ഇളങ്കോസ് സാർ, യു ആർ വെൽക്കം. Thank you, sir. Thank you, everybody who are trying to hear what is holistic health and what is holistic mindfulness and how mindfulness can be incorporated in health. ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം എല്ലാവർക്കും? വാട്ട് ഈസ് ഹെൽത്ത്? സുഖമായിരിക്കുക. മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യവാനായിരിക്കുക. മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യമായിരിക്കുക, അതാണ്. ഓക്കെ, കുറച്ചുകൂടെ മീൻസ് ഇത് പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു, അസുഖമില്ലെങ്കിൽ അവൻ ഹെൽത്തി ആളാണെന്ന്. പക്ഷെ ഞാൻ കുറെ ഏരിയകളിൽ കണ്ടപ്പോൾ ഹെൽത്തി കമ്മ്യൂണിറ്റി, ഹെൽത്തി എൻവയോൺമെന്റ്, ഹെൽത്തി സിറ്റി, ഇങ്ങനെ കുറേ ഹെൽത്തുകൾ കണ്ടു. അതുകൊണ്ട് മാത്രം എനിക്കൊരു കൗതുകം തോന്നി. ഹെൽത്തി അല്ലെങ്കിൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഒന്ന് ഞാൻ ചെറിയ തോതിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഒരുപാടൊന്നല്ല സാർ. എനിക്ക് ഞാൻ എന്നും മൈൻഡ്ഫുൾനെസ്സിന്റെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. മൈൻഡ്ഫുൾനെസ്സിന്റെ സീക്വൻസ് ആണെന്ന് വിചാരിച്ചിരുന്നെങ്കിലും സാർ പറഞ്ഞു ഇന്ന് നോർമലി തേഴ്സ്ഡേസ് ഹോളിസ്റ്റിക് ഹെൽത്ത് ആണ് ആക്ച്വൽ ടോപ്പിക് ആയിരിക്കണം, അതിന് സാറ് ലിങ്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ ഹോളിസ്റ്റിക് ഹെൽത്തിന് തന്നെ നിൽക്കാനും അതിന് മൈൻഡ്ഫുൾ ലാസ്റ്റിൽ കൊണ്ടുവന്ന് എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു തരാനും ഉദ്ദേശിച്ചാണ് എടുത്തത്. അപ്പോൾ ഐ തോട്ട് വി വിൽ ഗോ ഫ്രം ദ സ്ക്രാപ്പ്. ഹോളിസ്റ്റിക് ഹെൽത്ത് ഒരുപാട് സീക്വൻസ് ആണ്. സീക്വൻസിൽ ഞാൻ ഇടയ്ക്ക് കയറി വന്ന ഒരുത്തനാണെങ്കിലും പോലും ഐ തോട്ട് പല സമയങ്ങളിൽ ഞാൻ ഈ വലിയ PGകളൊക്കെ എല്ലാം എടുത്താലും ചെറിയ തോതിൽ ചെറിയ അത് സിമ്പിളറാണ്. അതിനല്ല കൺഫ്യൂഷൻ. എനിക്ക് ഈ സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, SKIN എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ആവും. സ്കിന്നിലുള്ള ഡിസീസിനെ കുറിച്ച് പറയും, സ്കിന്നിനുള്ള പോറസിനെ കുറിച്ച് പറയും, സ്കിന്നിലുള്ള അഡ്വാൻസ് എല്ലാം നമുക്ക് പറഞ്ഞു തരും. പക്ഷെ ചെറിയ അല്ലെങ്കിൽ why 1 + 2 = 3 സിമ്പിൾ ചോദ്യങ്ങൾ ഇത് നമുക്ക് പറയാം. ഇപ്പൊ സാർ പറയാൻ പറ്റുമോ why 1 + 2 = 3? നമ്മൾ ആരും അത് പഠിച്ചിട്ടില്ല. നമ്മളെല്ലാം പഠിച്ചത് വലിയ വലിയ കണക്കുകളാണ്. 1 സ്ക്വാഡിന് എങ്ങനെയാണ്, 3 സ്ക്വാഡിന് എങ്ങനെയാണ്, അല്ലെങ്കിൽ A² + B² = എന്താണ്, അല്ലെങ്കിൽ A + B ഹോൾ സ്ക്വാഡ് എന്താണ്, അപ്പോൾ 1 + 2 ഹോൾ സ്ക്വാഡ് = എത്ര വരും, അപ്പോൾ 1 സ്ക്വാഡ് + 2 സ്ക്വാഡ് + 2 AB എന്ന് പറഞ്ഞാൽ 2 × 1 × 2 ഇങ്ങനെയൊക്കെ വലിയ വലിയ തിയറികളെല്ലാം പറയും. ചെറിയ ചെറിയ തിയറികൾ ഈ ഡോട്ട്സിനാണ് നമ്മൾ കൂടുതലും അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയാൽ ഒരുപാട് നമുക്ക് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ സാറ് പറഞ്ഞ ഹോളിസ്റ്റിക് ഹെൽത്തിൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ കുറേ തപ്പുമായിരുന്നു. പറഞ്ഞാൽ ഇന്നലെ വരെ ഞാൻ അത്രയും ചിന്തിക്കാത്ത ഒരു വ്യക്തി. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ സിമ്പിൾ. ഐ എം ബീങ് എ മീൻസ് സൈക്കോളജിസ്റ്റ് ആസ് വെൽ എസ് സോഷ്യോളജിസ്റ്റ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തിയ ഒന്ന്. അപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അസുഖമില്ലാത്ത ഒന്നെന്ന് നമ്മൾ നോർമലായിട്ട് പറയും. അല്ലെങ്കിൽ നമ്മുടെ രമാവതി മാഡം പറഞ്ഞതുപോലെ ഒരു എന്താ മെന്റലിയും എന്താണ് മാം 2 വാക്ക് പറഞ്ഞ ശാരീരികമായിട്ടും ഫിസിക്കലിയും മെന്റലിയും ആണെന്ന്. പക്ഷേ പുതിയ കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ അസുഖം എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് സുഖം എന്ന് പറയുന്നത്. മാനസികമായ ആരോഗ്യം. അതെ. അപ്പോൾ ഞാൻ 2-3 സ്ഥലത്തിരുന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഇതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഈസ് റെഫേർഡ് ടു ദ എബിലിറ്റി ടു മെയിൻറ്റെയിൻ ഹോമോസ്റ്റാറ്റിസ് ആൻഡ് റിക്കവർ ഫ്രം അഡ്വേഴ്സ് ഈവൻറ്റ്സ്. സിമ്പിളറാണ്. നമ്മളായിട്ട് നിൽക്കാൻ പറ്റും. അഡ്വേഴ്സ് ഈവൻറ്റിലിരുന്ന് തിരിച്ചു വരാൻ എത്ര ഫാസ്റ്ററായിട്ട് പറ്റും, അതാണ് ഹെൽത്ത്. ഒരു ഹെൽത്തി പേഴ്സണിന് ഒരു ഇഞ്ചുറി പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ ബൈക്കിലിരുന്ന് താഴെ വീഴുന്നു, ബ്രൂയിസസ് വന്ന്, അല്ലെങ്കിൽ അവൻ്റെ സ്കിന്നെല്ലാം സ്ക്രാച്ച് വന്ന് രക്തം വന്ന്, അവൻ എത്ര പെട്ടെന്ന് നന്നാവും, അതാണ് ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുന്നതായിട്ട് ഒരു ഏരിയ പറഞ്ഞു തരുന്നത്. അപ്പം അടുത്ത ഒരു ഏരിയയിലോട്ട് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു പെർഫോം പേഴ്സണാലിറ്റി വാല്യൂഡ് ഫാമിലി വർക്ക്
ആൻഡ് കമ്മ്യൂണിറ്റി റോൾ. അപ്പം ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ നിൽക്കാൻ പറ്റും, എൻ്റെ പണി എങ്ങനെ ചെയ്യാൻ പറ്റും, എൻ്റെ ഫാമിലിയിൽ പേഴ്സണാലിറ്റി വാല്യൂ എങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഒരു ഹെൽത്തി സ്റ്റാറ്റസ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഞാൻ ഈ ഹെൽത്തി കമ്മ്യൂണിറ്റി, ഹെൽത്തി എൻവയോൺമെന്റ്, ഹെൽത്തി സിറ്റി, ഹെൽത്തി ഏരിയ എന്നൊക്കെ കുറേ ഹെൽത്തികൾ വരുന്നതിൻ്റെ എന്തുകൊണ്ടെന്ന് ഞാൻ അനലൈസ് ചെയ്തപ്പം എനിക്ക് ലാസ്റ്റ് കിട്ടിയ വാക്കുകളാണ് ഇത്. അതല്ലെങ്കിൽ സിമ്പിളറായിട്ട് പറഞ്ഞു തരിക, എബിലിറ്റി ടു ഫിസിയോളജിക്കലി, ബയോളജിക്കലി, സൈക്കോളജിക്കലി, സോഷ്യലി ഉള്ള സ്ട്രെസ്സുകളെല്ലാം നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുവാണെങ്കിൽ അതാണ് ഹെൽത്തി കണ്ടീഷൻ. സോ ഇഫ് ഐ സേ ദാറ്റ് ഐ ആം ഹെൽത്തിയർ, എനിക്ക് എൻ്റെ ഫിസിയോളജിക്കലി ഉള്ള സ്ട്രെസ്സിന് ഹോൾഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ പറ്റണം. എൻ്റെ ബയോളജിക്കലി ഉള്ള സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ പറ്റണം. എൻ്റെ സൈക്കോളജിക്കലി അത് മെൻ്റലി ഉള്ള കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റണം. ഇതിനെല്ലാം ഉപരി സോഷ്യൽ സ്ട്രെസ്സിനും ഓവർകം പറ്റുവാണെങ്കിൽ മാത്രമാണ് അവൻ ഒരു ഹെൽത്തി പേഴ്സൺ എന്ന് പറയുന്നത്. അതല്ല രമാവതി മാഡം പറഞ്ഞതുപോലെ WHO പറഞ്ഞിരിക്കുന്നത് 3 വേർഡുകളാണ്. സൈക്കോളജിക്കലി, മെന്റലി, ഒരു മൂന്നാമത്തെ ഒരു ഏരിയ കൂടെ ചേർത്തിട്ടുണ്ട്, സോഷ്യൽ വെൽബീയിങ്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു 2-3 ക്ലാസ് 4 ആറാണെന്ന് പറയുമ്പോൾ എപ്പോഴും 4ാമത്തെ ഒരാളെ കൊണ്ടുവരുമായിരുന്നു. ഹാവ് എവർ എനിബഡി നോട്ടീസ്ഡ് ഇറ്റ്? ഞാൻ 4ാമത്തെ ആൾ ആരായിട്ട് പറയുമായിരുന്നു? ആ 4 പേരെന്ന് പറയുന്നത് 4ാമത്തെ ആള് എൻവയോൺമെന്റ് എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ആൻഡ് ദ ഫോർത്ത് ഈസ് എൻവയോൺമെന്റ്. ഫസ്റ്റ് പേഴ്സൺ ഈസ് മൈസെൽഫ്, സെക്കൻഡ് പേഴ്സൺ ഈസ് ഓപ്പോസിറ്റ്, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് യു എന്ന് പറയുന്ന ആള്, തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹി ആർ ഷീ എന്ന് പറയുന്ന ആള്, ഫോർത്ത് പേഴ്സൺ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ആർ ദ സറൗണ്ടിങ്സ് ഓഫ് ദീസ് 3. ഇത് 4ഉം കൂടെ ചേരുമ്പോഴാണ് ഒരു സോഷ്യൽ സിസ്റ്റം, ഒരു സൊസൈറ്റി ഫാം ആകുന്നത്. ഈ ഫോർമേഷനിലാണ് WHO കൂടെ എൻ്റെ ചിന്തയെ അല്ലെങ്കിൽ WHO ചിന്തയിൽ ഞാനും സിങ്ക്രണൈസ് ആയിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് WHO said that health is psychologically, mentally and social well-being. സോഷ്യൽ എന്ന് പറയുന്നാൽ ഈ 4 ഏരിയയും കൂടെ ടച്ച് ചെയ്യുമ്പോഴാണ് സൊസൈറ്റി ആർ സോഷ്യൽ ഫോം ചെയ്യുന്നത്. സാർ 4 പേരെ ഒന്നുകൂടെ പറയാവോ? ഞാന്, സർ ഫസ്റ്റ് പേഴ്സൺ ഐ, ഇംഗ്ലീഷിലുള്ള ഫസ്റ്റ് പേഴ്സൺ അല്ല, ഗ്രാമറിലെ ഫസ്റ്റ് പേഴ്സൺ ഐ, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ഹി ആർ ഷീ, ഫോർത്ത് പേഴ്സൺ ഈസ് എൻവയോൺമെന്റ്. ഞാൻ ഗ്രാമറൊക്കെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നു സർ. അവിടെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ നമ്മൾ പഠിപ്പിക്കില്ലേ സർ? അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഈ 4 പേരും കൂടെ ചേരുമ്പോഴാണ് ഒരു ഹോളിസ്റ്റിക്നെസ് വരുന്നത്. അല്ല, ഈ ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോളിസ്റ്റിക്, നമ്മൾ ഹെൽത്തിൽ ഹോളിസ്റ്റിക് ഹെൽത്തിലോട്ട് പോവാം. വാട്ട് ഈസ് ഹോളിസ്റ്റിക് അല്ലെങ്കിൽ ഹോളിസം? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പല ക്ലാസ്സുകളിൽ ഇൻഡയറക്ട്ലി എടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് വേർഡുകളിൽ എടുത്തിട്ടുണ്ട്. സമഗ്രം എന്താ പറയണ്ട, സമഗ്രം എന്നുള്ള സമഗ്ര ആരോഗ്യം. സമഗ്ര ആരോഗ്യം, റൈറ്റ് സാർ. ഇതിനെ ഹോളിസത്തിന്റെ ഞാൻ അർത്ഥം കണ്ടപ്പോൾ ഒരു ഭാഗം മാത്രമല്ല, 2 ഭാഗം മാത്രമല്ല, എല്ലാം ഹോളില്, എല്ലാം ഹോള് WHOLE കഴിഞ്ഞാൽ ആ ഹോള് തന്നെ എല്ലാത്തിനും. അതിന് ALL ഓൾ എന്നും കൂടെ ഒരു ലൈൻ ചെയ്യണം. ഓൾ, അതാണ് ഹോളിസം. ഓ, എത്ര ഭംഗിയും ഒരു സുന്ദരമായ ഏരിയ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഹോൾ എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ഓൾ എന്ന് പറഞ്ഞാൽ പോരെ. ഓൾ is basically interconnected. അത് എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ, the body, the mind,
and the people. Again, നോക്കുക ഫസ്റ്റ് പാർട്ട് സാറിന് നെറ്റ് ഇഷ്യൂ ഉണ്ടോ? ഞാൻ പറഞ്ഞ സാർ ബ്രേക്ക് ആയി പോയോ? ഞാൻ ബ്രേക്ക് ആയി വന്നുണ്ടോ സാർ? ആ ബ്രേക്ക് വന്നായിരുന്നു. ഇപ്പൊ ഓക്കെ സാർ, ഓക്കെ. ഞാൻ ഒറ്റ സെക്കൻഡ് സാർ, ഒറ്റ സെക്കൻഡ്. ഞാനിപ്പോ മൊബൈൽ ഡാറ്റ ആയി കയറി സാർ, നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്, ഇപ്പൊ ക്ലിയർ. റൈറ്റ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറയുന്നതിനെ, ഫസ്റ്റ് ഹെൽത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഹോളിസം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളറാണ്. ബോഡി, മൈൻഡ്, സ്പിരിറ്റ് ആൻഡ് പീപ്പിൾ. പീപ്പിൾ എന്ന് പറയുന്നത് അഗൈൻ ഒരു സൊസൈറ്റി, എൻവയോൺമെന്റ്. അതാണ് WHO പറഞ്ഞത്. WHO പറഞ്ഞ ലൈൻ എന്തായിരുന്നു? ഫിസിയോളജിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അതാണ് ഹെൽത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറയുന്നത് യു ഷുഡ് ബി ഫിസിക്കലി, മെന്റലി, എമോഷണലി, സോഷ്യലി ആൻഡ് സ്പിരിച്വലി കോമ്പിറ്റന്റ് എനഫ് ടു ഹോൾഡ് ദ ഹെൽത്ത്. ഏതാണ് ഇതിനകത്ത് പറയുന്നത്? 5 എണ്ണമാണ്. ഒന്ന് ഫിസിക്കൽ, മെന്റൽ, എമോഷണലും കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നത്. മെന്റലിന്റെ ഒരു പോർഷൻ താഴോട്ട് വന്ന് എമോഷണൽ ഏരിയ ആണ് പറയുന്നത്. ദെൻ ഫർദർ എൻവയോൺമെന്റ് ആർ സോഷ്യൽ. ഒരു 5th കോമ്പണന്റ് സ്പിരിച്വൽ ഈസ് ആഡഡ് അപ്പ്. ഇത്രയും കൂടെ വന്നാൽ ഹോളിസം എന്ന് പറയുന്ന ഒന്ന്. ദ ഹോളിസ്റ്റിക് health or holistic mindfulnessly, you can think of first physics, then of mental, third of emotional, fourth social, fifth is your spiritual. അപ്പോൾ സ്പിരിച്വല് റിലീജിയസും രണ്ടും കൂടെ നെവർ കൈൻഡ്ലി ഇന്റർമിങ്കിൾ. സ്പിരിച്വൽ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ദാൻ റിലീജിയസ്റ്റിക്. റിലീജിയൻ എന്ന് പറയുന്നത് പല ആൾക്കാർ ഇപ്പൊ പൊളിറ്റീഷ്യൻസ് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത്. സ്പിരിച്വൽ ഈസ് എനി പേഴ്സൺ ക്യാൻ ബി എക്സ്ട്രാordinarily spiritual. Spiritual means he is calmer, he is able to receive rightly, he is able to deliver the answer to the question in a systematic manner or with right cognition. ഇത് തന്നെയാണ് ഈ കൊഗ്നിറ്റീവ് ബിഹേവിയറിനാണ് സ്പിരിച്വൽ എന്ന് വേറൊരു റൂട്ടിലോട്ട് സംസാരിച്ചിരിക്കുന്നത്. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ കാവ്യവസ്ത്രമുടുത്തോ പച്ചവസ്ത്രമുടുത്തോ അല്ലെങ്കിൽ ദിവസങ്ങളോടും കാല് ചമ്പറമ്പം കൂട്ടിയിരുന്ന് ധ്യാനത്തിലിരിക്കുന്ന ഒരാളല്ല സ്പിരിച്വൽ. സ്പിരിച്വൽ ക്യാൻ ബി ഓഫ് യുവർ ഓൺ ഡിഫൈൻഡ് ലെവൽ ഓഫ് യുവർ ഓൺ. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഒന്ന് വായിച്ചു. മെയ് മാസത്തിന്റെ എൻഡ്
അറ്റ് ദ എൻഡ് ഓഫ് ദ മേ എന്നൊക്കെ പറഞ്ഞ ഒരാൾ എനിക്ക് അയച്ചു തന്നിരുന്നു. അത് നോക്കിയപ്പം ചിരിച്ചപ്പം എനിക്കിന്ന് തോന്നിയെന്ന് അതും കൂടെ ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. സോ ലെറ്റ് us മൂവ് ഓൺ ടു ഹോളിസ്റ്റിക് ഹെൽത്ത്. മീൻസ് ഐ ടോൾഡ് വാട്ട് ഈസ് ഹെൽത്ത്, വാട്ട് ഈസ് ഹോളിസം, ദെൻ ഹൗ ടു ബി ഹെൽത്തിയർ. അവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹൗ ടു ബി ഹെൽത്തിയർ. നമ്മൾ ഹെൽത്തിയർ ആയിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റും? അപ്പോൾ ഹെൽത്ത് എന്താണെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു. ഫിസിയോളജിക്കലി, സൈക്കോളജിക്കലി, മെന്റലി, സോഷ്യലി, ഈ നാലുമാണ്. പക്ഷെ ഈ നാലിന് എങ്ങനെ എങ്ങനെ നമുക്ക് ചേർത്ത് അല്ലെങ്കിൽ അപ്പർ ലെവലിൽ നിർത്താൻ പറ്റും? Can anybody say please? ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്ത? ആദ്യം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ എല്ലാം കറക്റ്റ് ആക്കണം. ശരീരവും ഓക്കെ, അതെ, അത് എങ്ങനെ കറക്റ്റ് ആക്കാൻ പറ്റും സർ? രോഗമില്ലാത്ത അവസ്ഥയില് രോഗം മാത്രമല്ല, രോഗം മറ്റുള്ളവർക്ക് കൊടുക്കാതെയും ശരീരവും മാനസികവുമായിട്ടുള്ള എല്ലാ പോസിറ്റീവ്നെസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ആദ്യം നമ്മൾ എത്തണം. ഓക്കെ, സെൽഫിഷ്നെസ് മാറ്റുക. അതെ, ഇപ്പൊ പറഞ്ഞ ലൈനിലോട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ അറിയണം. നമ്മുടെ കപ്പാസിറ്റി അറിയണം. ഗോപകുമാർ സാർ എന്താ പറഞ്ഞത്? മിതവാദിയായിരിക്കണം, മിതത്വം പാലിക്കണം. മിതത്വം പാലിക്കണം. ശരി, മിതത്വം ആയിക്കോട്ടെ. ഞാൻ ഇതിനകത്ത് നല്ല ചിന്തകൾ ഉണ്ടായിരിക്കണം. യെസ്, അനുവിന്ദ മാഡത്തിന് ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ. ബാക്കിയെല്ലാവരും നല്ല നല്ല ചിന്തകൾ വേണം. നല്ല നല്ല ചിന്തകൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്റെ ചോദ്യങ്ങൾ സിമ്പിൾ ചോദ്യം. നല്ലത് ചെയ്യും. സാർ, ഞാൻ ഐ വിൽ ഓൾവേസ് ടോക്ക് അബൌട്ട് ഫസ്റ്റ് പാർട്ടി മൈസെൽഫ്. ഞാൻ നല്ലത് ചെയ്യുന്നതിന് ഉപരി എൻ്റെ ബോഡിയുടെ റിയാക്ഷൻ, എൻ്റെ ബോഡിയുടെ പോസ്ചർ, എൻ്റെ ബോഡിയുടെ കമ്മ്യൂണിക്കേറ്റീവ് ആക്ച്വലി മോഡ്, ഇതിനെല്ലാം ആണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ ഉദ്ദേശിച്ചത്. സാർ പറഞ്ഞ പോലെ നല്ല രീതിയിലാകണമെങ്കിൽ മൈ മൂഡ് ഹാസ് ടു ബി ഗുഡ്. I should be good. If I should be good, what all required? I should have happy hormones within me. ഈ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, ഡോപ്പമിൻ. ഞാൻ ഇതിനകത്ത് പറയുന്നത് ഡോസ് എന്നാണ്, DOSE. ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ. അപ്പൊ ഡോസ് നമുക്ക് ഉണ്ടെങ്കിൽ we will be happier. If I am happier, my behavior will be happy. My interpersonal communication will be happier. My interpersonal relationship will be better. I will have empathy. Eganundi sir, if anybody tries to contradict with me in this area, please come forward. ശരിയാണ് സാർ. അത് നമ്മൾ സംസാരിക്കുമ്പോൾ വൈകാരികമായി നമ്മുടെ ശരീരം പ്രതികരിക്കരുത്. ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാകാൻ അനുവദിക്കരുത്. നെഗറ്റീവായിട്ട്. പോസിറ്റീവായിട്ട് സാറ് പറഞ്ഞ ഡെയിലി ഡോസ് എല്ലാം മാക്സിമം ബൂസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആവശ്യം ഹോളിസ്റ്റിക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ യു ഗോ ത്രൂ ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് പാർട്ട് വിച്ച് ഐ സേ ദാറ്റ്. പ്രയർ ടു ദാറ്റ്, ടു മെയിൻറ്റെയിൻ യുവർ ഹോം മീൻസ് ഹെൽത്ത് ആൻഡ് ഹോളിസം, you are supposed to be happier. How can be happier? നമ്മൾ ഓരോരുത്തരും ഹാപ്പി മൂഡിലായിരിക്കണം. ഹാപ്പി മൂഡ് അല്ലെങ്കിൽ ബെറ്റർ മൂഡിൽ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? You should do exercise. You should try to laugh maximum time. You should have sufficient food. You should have right supplements. You can have more affection towards anybody, including your pets. Tatta, Poocha, Patti, whatever you call it. അതും നമ്മുടെ ആരാണ് മഹാരാഷ്ട്രയില് MNC അല്ലേ സാർ?
ആ ടോപ്പിക് അയാളുടെ താക്കറെ പുലിനെ കൂടെയാണ് കളിച്ചോണ്ടിരുന്നത് അല്ലേ സാർ? യെസ് സാർ, യെസ് സാർ. അപ്പം he was feeling the tiger as his pet. Pet can be anybody or any type of animal. അപ്പം if you have affection, if you love pets, and if you sleep rightly 6 to 7 hours, automatically you can reduce your stress, and even your body massage may also ensure that you have better mood and your happiness occurs. അപ്പൊ നമ്മൾ ഹാപ്പിയർ ആയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യാ? ഈവൻ ഒരു സ്റ്റെപ്പ് കൂടെ അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്, ട്രൈ ടു ഹാവ് സൺലൈറ്റ്സ്, വിറ്റാമിൻ ഡി ആൻഡ് വിറ്റാമിൻ B16. വിറ്റാമിൻ ബി ഉണ്ടെങ്കിൽ ഡി ഫോർ ഡെൽറ്റ, വിറ്റാമിൻ ഡി ഉണ്ടെങ്കിൽ ആൽമോസ്റ്റ് 60 തൊട്ട് 80% ഉള്ള അസുഖങ്ങളും സ്കിൻ ഡിസീസും മെന്റൽ ഡിസീസും കുറയും എന്നാണ് ഈ സൺലൈറ്റിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. Therefore, I request you all to have better health by having sunlight daily, doing exercise daily, having laughter at maximum time, having right food, right sleep, and having supplements. Additionally, you can have music to ensure that your mood is being kept on a higher level. അപ്പൊ മ്യൂസിക് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് കേൾക്കുക, വെദർ ഇറ്റ് ഇസ് റാപ്പ്, വെദർ ഇറ്റ് ഇസ് കർണാട്ടിക്, വെദർ ഇറ്റ് ഇസ് സിംപ്ലർ വൺ, ലൈറ്റ് മ്യൂസിക്, വാട്ട് എവർ യു ഫീൽ ഇറ്റ്. മ്യൂസിക് നിങ്ങളെ ശരിക്കും നിങ്ങളുടെ ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ ഈ 4ഉം ഡിഫറെന്റ് സിസ്റ്റത്തിൽ നിന്ന് വരുവാണെങ്കിൽ പോലും 4നും ഇന്റർലിങ്ക് ആണ്. ഞാൻ ഇനീഷ്യലി ഐ യൂസ് ടു ഓൾവേസ് സേ ദാറ്റ് ഡോപ്പമിൻ ഇസ് എ റിവാർഡ് സിസ്റ്റം ഓൺ, serotonin is you get from your mood stabilizer, oxytocin is your love hormone system or bonding or relationship irunnaanu kittunnathu, endorphin reward producing il irunno allengil നിങ്ങളുടെ വർക്കിംഗ് ഔട്ട്, ഈറ്റിംഗ്, സ്ലീപ്പിംഗിൽ ഇരുന്നാണ് കിട്ടുന്നതെന്നാണ് ഞാൻ ഇനിഷ്യൽ കാലങ്ങളിൽ പറഞ്ഞെങ്കിലും, ബട്ട് വെൻ ഐ ഗോൺ ഫർദർ ഡീപ്പർ ഇൻ ദീസ് all the four are interconnected. അപ്പൊ റിവാർഡിൽ കൂടെ 4 പേർക്കും ചെറിയതായിട്ടുണ്ട്, ബട്ട് ഡോപ്പമിൻ ഗെറ്റ്സ് ഹയർ ലെവൽ. ഇങ്ങനെ ഓരോന്നും പറഞ്ഞു വരുമ്പോൾ ഹൗ ടു ഗെറ്റ് ദീസ് 4 ഹോർമോൺസ്? സിംപ്ലസ്റ്റ്, ടു ബി ഹെൽത്തിയർ യു ഷുഡ് ഹാവ് യുവർ dopamine, oxytocin, serotonin, endorphin rightly. Your cortisol level has to be reduced. For that, you try to have sunlight, try to do exercise, try to always have laughter in your body, have right food system, have better supplements, try to get musics and use that, try to do meditation, and always try to love and affection towards either human or pets. Right sleep for 6 to 8 hours, or even പണ്ട് ചിലരൊക്കെ പറയുമായിരുന്നു 7 to 8 hours. I will say that 6 to 8 hours. Then your massaging or body massage will also have your moods on a better style. ഇത് അത്രയും കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾ പരമാവധി ഹെൽത്തിയർ ആയിരിക്കും. ഹെൽത്തിയർ ആകണമെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തില് ആങ്സൈറ്റിയും സ്ട്രെസ്സും ഡിപ്രഷനും വരാതിരിക്കണം. ഈ ആങ്സൈറ്റിയോ എക്സ്ട്രാordinary ലോങ് സ്ട്രെസ് ഓർ യുവർ ഡിപ്രഷനോ വന്നാൽ you will not be healthier. So because WHO says that there are psychological, mental, social or physical well-being എന്നാണ്. അപ്പൊ ഇത്രയും ഉള്ളതിന് വെൽബീയിങ്, മൈൻഡ് ആൻഡ് ഫിസിയോളജിയിൽ വേണമെങ്കിൽ try to boost yourself in that. However, think of society and people. നമ്മൾ
ഞാൻ മാത്രം നന്നായിരുന്നാൽ പോരാ, എൻ്റെ കൂടെ ഉള്ളവരും, എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഗ്രാമവാസിയോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള കേരളവാസിയോ എൻ്റെ കൂടെ ഉള്ള ഇന്ത്യൻ വാസിയോ നന്നായാലേ ഞാനും നന്നാകുള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ യു വിൽ ലീഡ് ടു ഹോളിസ്റ്റിക് ഹെൽത്ത്. അതാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. ഇത് ആരോൺ തോമസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞതാണ്. ഹോർമോൺസ് are chemicals produced by different glands across your body. They travel through the bloodstream, acting as messengers and playing a part in main body process. അപ്പം കുറച്ച് നമ്മൾ ഡീപ്പറായിട്ട് പോകുന്നവരും നമുക്ക് മനസ്സിലാകും എന്താന്ന് പറഞ്ഞാൽ ഈ 4 ഹോർമോൺസ് ആണ് യഥാർത്ഥത്തിൽ ഒരു ഗേറ്റ് വേസ് ഫോർ us to ensure that we play vital role. അപ്പോൾ മാക്സിമം നിങ്ങൾ എക്സസൈസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, ആൻഡ് ട്രൈ ടു ഹാവ് മോർ ഫ്രണ്ട്ലിനെസ് ആൻഡ് ട്രൈ ടു ലാഫ് ആൾവേസ് വിത്ത് എ ഫ്രണ്ട്. റോട്ടിൽ കൂടെ എല്ലാം ചിരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നേരെ ട്രിവാൻഡ്രത്തിലാണെങ്കിൽ ഊളംപാറയെ പിടിച്ചുകൊണ്ട് പോകും, അവിടെയാണെങ്കിൽ കുതിരവട്ടത്ത് കൊണ്ടുപോകും. പക്ഷെ അത്രയും അല്ലാതെ വെനെവർ റിക്വയർഡ്. സോ അതിനകത്ത് ഈ സയന്റിസ്റ്റ് പറയുന്നത് ആൾവേസ് ട്രൈ ടു കീപ് എ ഫ്രണ്ട് വിത്ത് യു ആൻഡ് ലാഫ് വിത്ത് ഹിം. അങ്ങനെ വരുമ്പോൾ യു വിൽ ഹാവ് റൈറ്റ് മൂഡ്, ബെറ്റർ മൂഡ് എന്നാണ് പറയുന്നത്. ബെറ്റർ മൂഡ് വരുമ്പോഴാണ് നമുക്ക് ഹെൽത്ത് ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇനി ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്, ട്രൈ ടു കുക്ക്. എങ്ങനെ? നിങ്ങൾ ആഹാരം പാചകം ചെയ്യുക. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടിയിനുപരി മറ്റുള്ള നിങ്ങളുടെ കൗണ്ടർ പാർട്ടിന് വേണ്ടി. ദാറ്റ് മീൻസ് that time you will try to add affection in the food. നിങ്ങൾ ആഹാരം ചെയ്യുമ്പോൾ എൻ്റെ ആൾക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മോൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എന്ന് വിചാരിക്കുമ്പോഴെല്ലാം സ്നേഹവും അഫക്ഷനും കൂടും. സ്നേഹവും അഫക്ഷനും കൂടുമ്പോൾ oxytocin will enhance. That is a love hormone. You will start love about you. You will start love about your counterpart. You will start love your own kids and mother or father or relatives. അവർക്ക് വേണ്ടി പാചകം ചെയ്താൽ പോലും you will get health or healthier എന്നാണ് പറയുന്നത്. അതായിരിക്കും കൂടുതലും സ്ത്രീകൾക്ക് അസുഖങ്ങൾ കുറവായിരിക്കുന്നതും ആണുങ്ങൾക്ക് അസുഖം കൂടുതലായിരിക്കുന്നതും. റീസൺ ഇതായിരിക്കുമോ എന്ന് ഞാൻ ഇതിൽ കൂടെ ഈ കുക്കിങ്ങിനെ കുറിച്ച് വായിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത്. അവര് they always try to hold love and affection in each part. വെതർ നമുക്ക് പച്ചവെള്ളം തരുമ്പോൾ പോലും ഒരു അഫെക്ഷൻ ഉണ്ട്. അപ്പം ഈ when they carry on give affection, it gets on the second party and goes back to the first party. സ്നേഹം ഓർത്തിട്ട് ഞാൻ സാറിന് സാബു സാർ സുഖമാണോ, നന്നായിരിക്കുന്നു ഇങ്ങനെ ചോദിക്കുമ്പോൾ സാബു സാർ തിരിച്ചു പറയും ഞാൻ നല്ല സുഖം. ഇളങ്കോ സാർ സുഖമാണോ? അപ്പം രണ്ടുപേർക്കും സ്നേഹമുണ്ട്, രണ്ടുപേർക്കും സന്തോഷവും വരുന്നു. രണ്ടുപേരും സന്തോഷം വരുമ്പോൾ ഈ ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ എല്ലാം വരുന്നുണ്ട്. അതിലെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ലവ് ഹോർമോൺ ലീഡ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കിട്ടാതല്ല. ഈവൻ when my business gives me right or good food, I try to say that ഇന്ന് ടേസ്റ്റ് കൊള്ളാമായിരുന്നു. ദറ്റ് ഈസ് എ റിവാർഡ് സിസ്റ്റം. അപ്പൊ റിവാർഡിൽ കൂടെ ഡോപ്പമിൻ എൻഹാൻസസ്, ഇൻ ഈവൻ എൻഡോർഫിൻ എൻഹാൻസസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ 4 ഹോർമോണാണ് plays a vital role in our body to ensure that we get health ever. നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഹാപ്പി ഹോർമോൺസ് ആണ് എക്സ്ട്രീം പ്ലേ ചെയ്യുന്നത്. അതിനെ നമ്മൾ ബെറ്റർ മൂഡിലോട്ട് എപ്പോഴും കൊണ്ടു ചെല്ലണം. ഈ 4 ഹോർമോൺസും പ്ലേ ചെയ്താൽ വി വിൽ ബി എവർ ഇൻ ഗുഡ് മൂഡ്. ഇഫ് വി ആർ ഇൻ ഗുഡ് മൂഡ്, നമ്മളെ കാണുന്ന, നമ്മളടുത്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന അവരും ഹാപ്പിയർ ആകും. അവരും ഹാപ്പിയർ ആകുവാണെങ്കിൽ ദ ഹെൽത്ത് condition of first party myself and second party either Sabu sir and Anvida madam or whoever sits in front of me, and the third party, her daughter, her son, and my daughter, my son, my missus, everybody will be happier. ഇതാണ്
ഹെൽത്ത് കൊണ്ടുവരാനുള്ള നമ്മൾ ബേസിക്കലി ചെയ്യേണ്ട കാര്യം ഇതില് ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു തരുന്നത് രാവിലെ 20 മിനിറ്റ് നടക്കൂ, വൈകിട്ട് 20 മിനിറ്റ് നടക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിലോട്ട് പോ, ഹെൽത്ത് ഫിറ്റ്നസ്സിലോട്ട് പോകുന്നു. ഫിറ്റ്നസ്സിൽ പോയിട്ട് അവിടെയും സ്ട്രെസ്സറായിട്ട് ഞാൻ 20 മിനിറ്റ്സ് ഓടുവാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. That's what this science says, that you may get exercise, physical exercise, however, unless you get mentally happier while you do your exercise, it will not get added up. അപ്പം ഹെൽത്ത് നിങ്ങൾക്ക് ഫോം ആകണമെങ്കിൽ you should be more happier, more on better mood. MOOD മൂഡിനാണ് ഒരു ലാസ്റ്റിൽ വന്ന് ഗ്രൗണ്ട് ലെവലിൽ വന്ന് നിൽക്കുമ്പോൾ മൂഡിലാണ് വരുന്നത്. മൂഡ് എങ്ങനെ? when your mood is not swinging, you are stabilized little bit, you are consistent on your bandwidth of mood, you are going to be a better person. നിങ്ങളുടെ മൂഡ് സ്വിങ് ചെയ്യുകയാണെങ്കിൽ either you will go to anxiety or you will go to depression or sadness. അപ്പോൾ സാഡ്നെസ്സിനും കുറയ്ക്കുക, ആങ്സൈറ്റിയും കുറയ്ക്കുക. That means don't think about future, don't think about past. That's what mindfulness tries to tell you. Mindfulness പറഞ്ഞു തരുന്നത് എന്താണ്? Live in the present. By living in the present, what are you doing it? You try to forget your future, try to forget about it. You are not tagging your past. If you don't tag your past, you will not get depression or stress disorder. If you are not having it, your calmness will enhance. So mindfulness, so meditation or any type of calm exercise will ensure that you reach to healthier condition. നിങ്ങളുടെ ബോഡി ഹെൽത്തിയർ ആണെങ്കിൽ നമ്പർ ഇസ് ജസ്റ്റ്, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ആർ സാർ അങ്ങനെയല്ലേ പറയത്തുള്ളൂ? നമ്പർ ഇസ് അല്ല, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ അല്ലേ? ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. It may be n amount, anything. You can ever be younger. You can revert to your physiology even. 65-70 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ I read in around 17 years back, 65 years കഴിഞ്ഞിട്ട് ഒരു ജാപ്പനീസ് ലേഡി ലൈറ്റ് വെയ്റ്റില് അവർ ടേക്ക് വണ്ടർ സ്റ്റാർട്ട് ചെയ്ത് വേൾഡ് വൈഡ് അവർ ബ്ലാക്ക് ബെൽറ്റ് മാത്രമല്ല, ഷീ ചാലഞ്ച് ദ ടോട്ടൽ വേൾഡ് at the age of 70. അവിടെയാണ് I could understand that health is not something correlated with your chronological age. Age, let it be anything. അതിലെ ഒരു ജുൻഡാ സിംഗോ എന്താ ഒരു സിംഗ് ഉണ്ടായിരുന്നല്ലോ സാർ, ഈ മാരത്തോൺ പോകുന്ന ആള്. So at the age of 103 also he was running marathon. Veterans. അതെ സാർ, ഒരു സർദാറാണ് Karnail Singh. I will tell you who was that Singh. That guy started after only 80. അദ്ദേഹത്തിന് അന്ന് പഞ്ചാബി അല്ലാതെ ഹിന്ദി പോലും അറിയത്തില്ലാതെ ഒരുത്തനായിരുന്നു. എൻ്റെ ഞാൻ ഫോണിൽ കൂടെ ഇരിക്കുന്നതുകൊണ്ട് മാരത്തോൺ ഫൗജ സിംഗ് ആണോ സർ? yes, Fauja Singh, right. Fauja Singhനെ ഇന്ന് പ്രോബബ്ലി 10705 ആയി. Still he is competent enough to run. അദ്ദേഹം ഓടാറുണ്ട്. But he comes on the last, no doubt at all. അദ്ദേഹം പറയുന്നത് I am able to accomplish my full length. He is ever getting record. Fauja Singh, yes. Fauja Singh എന്ന് പറയുന്ന ആള് he started after 80 only. മാരത്തോൺ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇങ്ങനെ അതിലിരുന്ന് എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ he is a healthiest person എന്നാണ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്ത് ഈസ് നെവർ associated with chronological age. ഏജ് എന്തുമായിക്കോട്ടെ, നിങ്ങൾ എപ്പോഴും ഹെൽത്തിയർ ആയിരിക്കുക. യു ആർ നോട്ട് റിക്വയർഡ് ടു ഗോ ടു മെഡിക്കൽ പ്രാക്ടീഷണർ. അതാണ് സെക്കൻഡ് പോയിന്റ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. മെഡിക്കൽ പ്രാക്ടീഷണർ യു ക്യാൻ ഗോ
but you can prefer lesser with allopathic or modern medicine system. Modern medicine system goes with all chemicals. ഒരു പർട്ടിക്കുലർ ഹോർമോണിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ അവർ തരുന്ന കെമിക്കലിന് വേറൊരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ദാറ്റ് മേ ഡിസ്റ്റർബ് സംവെയർ എൽസ്. യു ക്യാൻ തിങ്ക് ഓഫ് നേച്ചർ. നേച്ചർ Almighty has defined or designed in such a manner, everything is available in the world. നമ്മൾ പട്ടിയോ പശുവോ അല്ലെങ്കിൽ വേറെ മൃഗങ്ങൾക്കോ വേറെ എന്തെങ്കിലും ഈ വാട്ട് യു കോൾ ദാറ്റ് കോവിഡ് പോലത്തെ അസുഖങ്ങൾ വന്നാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡിസെൻട്രി വന്നാൽ ഒരു ഡയോറിയ വന്നാൽ അവർക്കറിയാം അവിടെ കാട്ടിനകത്ത് വേറെ എന്ത് പച്ചലാണത്. കറക്റ്റായിട്ട് പോയി ആ പച്ചലെടുത്ത് 2 കടി കടിക്കും. Third day he becomes all right. We are also aware. നമ്മളുടെ മുമ്പിലും ഒരുപാട് പച്ചലകൾ സിസ്റ്റമും അതുമുണ്ട്. നമ്മൾ അതെല്ലാം മാറ്റിയിട്ട് we run behind of only advertisement. We run behind of somebody's direction. പണ്ട് in 60s and 70s ആരൊക്കെ 60 വയസ്സ് കഴിഞ്ഞു അവർക്കൊക്കെ എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവുമായിരിക്കും. പണ്ട് എല്ലാവരും പല്ല് തേക്കുന്നത് ഉമിക്കരിയും ഉപ്പും വെച്ച് ആലും വേലും അല്ലെങ്കിൽ വേപ്പ് കുച്ചി വെച്ചാണ് പല്ല് തേക്കുന്നതായിരുന്നു. Their teeth and gum used to be that stronger. അതിനെ സിബാക്ക എന്നൊരു കമ്പനി വന്ന് ഇതെല്ലാം തട്ടിപ്പറിച്ചു. നിങ്ങൾക്ക് ഫ്ലോറൈഡ് ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും, ഫ്ലോറൈഡ് ഇല്ലെങ്കിൽ എല്ലാം പോകും. അവന്റെ ഉദ്ദേശം അവൻ പൈസ ഉണ്ടാക്കാൻ. ഹി വാസ് പ്ലേയിങ് വിത്ത് ദ ഹെൽത്ത് ഓഫ് ഹ്യൂമൻ. അപ്പം ഇത് നമ്മൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഉമിക്കരിയും നമ്മൾ ഉപ്പും എല്ലാം മാറ്റിയിട്ട് അവരുടെ പുറകെ പോയി അവരുടെ ടൂത്ത് പേസ്റ്റ് എല്ലാം വാങ്ങിക്കാൻ തുടങ്ങി. ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ച് നമ്മൾ ടൂത്ത് പേസ്റ്റിന് അഡിക്റ്റ് ആയപ്പം ലാസ്റ്റിൽ ഇപ്പോഴും പറയാണ് പല്ല് നിങ്ങൾക്ക് സ്ട്രോങ്ങർ ആണെങ്കിൽ നിങ്ങൾ ഉപ്പ് ഉള്ളത് വേണം, പെപ്പർ ഉള്ളത് വേണം, ഉമിക്കരി ഉള്ളത് വേണമെന്ന് അവൻ തന്നെ ഇപ്പം പേസ്റ്റ് ആ രീതിക്ക് കൊണ്ടുവരാൻ തുടങ്ങുകയാണ്. ദാറ്റ് മീൻസ് ദേ നോ വെരി വെൽ the natural system always plays a vital role to keep you in healthier condition. ഇതെല്ലാം മനസ്സിലായാലും അവർ ഒരു വഴി വരെ താത്തി കൊണ്ടുപോയിട്ട് പിന്നെയും തിരിച്ചു കൊണ്ടുവരാണ്. Now I'll say that in the 80s and 85s ഉപ്പില് എല്ലാവരും പറയുന്ന അയോഡൈസ്ഡ് ഉപ്പ് ഇല്ലെങ്കിൽ നമുക്കെല്ലാം എന്തൊക്കെയോ അസുഖങ്ങൾ വരുന്നു. ആ എല്ലാവരും അയോഡിൻ ഉപ്പ് കഴിച്ച് ഇപ്പോൾ വേൾഡില് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഐ ക്യാൻ സേ ദാറ്റ് 65% ആൾക്കാർക്ക് തൈറോയിഡ് അസുഖമുണ്ട്. That is because of that particular salt. Now people started going back to raw salt. കടലിൽ നിന്ന് കിട്ടുന്ന ഉപ്പാണ് ഇപ്പൊ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിലൊക്കെ പ്രോബ്ലി ഒരു 5 years ആയിട്ടാണ് ക്രിസ്റ്റൽ സാൾട്ട് ഓൺലി മീൻസ് എൻ്റെ വീട്ടിൽ പൗഡർ സാൾട്ട് വാങ്ങിച്ചുകൊണ്ടുവന്ന് അടി വയ്ക്കും. അപ്പോൾ ഇതാ ഇപ്പം മിസ്സസ് കാണിക്കുകയാണ് ഹിമാലയൻ എന്താ പിങ്ക് സാൾട്ട് എന്നൊരു സാൾട്ടും കൂടെ ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം നേച്ചറിലോട്ട് തിരിച്ചു പോവാണ്. My personal request is think of nature, try to keep your healthier condition by having natural food. ഈ നമുക്ക് കൂടുതലും അസുഖങ്ങൾ വരുന്നതെല്ലാം ഈ പിസ്സ, പാസ്ത, വാസ്ത ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വിച്ച് ഇസ് നോട്ട് മാച്ചിങ് ടു ഹ്യൂമൻ അനാട്ടമി. നമ്മൾ കഴിക്കാൻ അതത് ലൊക്കേഷനിലെ ഇപ്പൊ പഞ്ചാബിൽ ഇരിക്കുന്ന ആൾക്ക് കഴിക്കാൻ പറ്റിയത് ആ ലൊക്കാലിറ്റിയിൽ കിട്ടുന്നത്, വെസ്റ്റ് ബംഗാളിൽ ഇരിക്കുന്ന ആൾക്കാർ കഴിക്കാൻ പറ്റുന്നത് ആ ലൊക്കാലിറ്റിയിൽ കിട്ടുന്നത്, കേരളത്തിൽ ഇരിക്കുന്ന ഏരിയയിൽ കിട്ടുന്നത് ആ ലൊക്കാലിറ്റിയിലുള്ളത്, ഹൈദരാബാദിൽ ഇരിക്കുന്നവനെ നോക്കുമ്പോൾ ആ ലൊക്കാലിറ്റിയിൽ ഹൈദരാബാദിലുള്ള എല്ലാം ആന്ധ്ര ഫുഡുകളെല്ലാം എരി കൂടുതലായിരിക്കും, കൂടുതൽ ഹോട്ടായിരിക്കും. ഹി ക്യാൻ സസ്റ്റെയിൻ ബിക്കോസ് ഓഫ് ഹിസ് ഹോട്ട് ആൻഡ് ദ ജിയോളജിക്കൽ കണ്ടീഷൻ. നമുക്ക് കൂടുതലും ഫിഷും അതും ഇരുന്നാൽ മാത്രമേ നമ്മൾ ഓടത്തുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരും ഇതാണ് ഈ ബീഹാറും ആ ഏരിയയിലുള്ള ഒരു വെജിറ്റേറിയൻ മാത്രം കഴിച്ച് അവർ സ്വസ്ഥമായിരിക്കുന്നു, നന്നായിരിക്കുന്നു. So to maintain health, my personal request is ever have right food. You design what is your right food. ഞാൻ ഒന്നിനും ഇതേ കഴിക്കാവൂ അതേ കഴിക്കാൻ പാടില്ല ഇത് കഴിച്ചുകൂടാന്നൊക്കെ ഒരു ഏരിയയിൽ ഞാൻ പറയാൻ ഉദ്ദേശമല്ല. Call me in my personal window. I shall further suggest in case if anybody wishes. But my suggestion may not be 100% right for you.
ഇത് എൻ്റെ മൈൻഡിൽ വന്ന ഒരു ഒരു ഹെൽത്ത് ഹോളിസ്റ്റിക് മൈൻഡിന് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഐ സ്റ്റിൽ യു കൻ ആസ്ക് മൈ മിസ്സസ്. എനിക്ക് ടെമ്പറേച്ചർ പനി വന്നാൽ ഐ ഗോ ഫോർ ഫ്രഷ് വാട്ടർ ബാത്ത്. മോർ ദാൻ 5 to 6 minutes ഞാൻ ഷവർ ഓൺ ചെയ്ത് നിൽക്കും. അന്നത്തെ ദിവസം ടെമ്പറേച്ചർ ഹൈറ്റ് കുറച്ചുകൂടെ കൂടും, 103, 106, 107 ആവും. അന്ന് വൈകിട്ട് ഒരിക്കൽ കൂടെ ഞാൻ ഷവറിലോട്ട് കുളിക്കും. ദ തേർഡ് ഡേ ഐ വിൽ ഗെറ്റ് നോർമൽ, ലെസർ ദാൻ 90. എൻ്റെ ഞാൻ അസുഖം മാറ്റുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് മീൻസ് നമ്മുടെ ഹ്യൂമൻ ബോഡി അനാട്ടമി ക്യാൻ sustain and make remedial action it own time, but it may take little more ahead of than your modern medicinal system clearance. Modern medicine le കുറച്ച് healthier അപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണെങ്കിലും modern medicine as per me is not rectifying the disease. It is intimating you, or the brain is being blinded, are made to think that you are not having problem. അത്രയേ ഉള്ളൂ. അതിനുള്ള മെഡിസിൻ ആണ് നമുക്ക് തരുന്നത്. The symptoms are only subsidized, not the wrong, are not the problem. That's what modern medicine is. But the natural cure, natural system makes you more healthier. നിങ്ങൾ ആരെ വേണമെങ്കിലും നോക്കൂ. ഇപ്പോൾ തന്നെ my father who is with me is 90 years old. He is not having diabetes as of now. God's grace, that is the first point. Second, his food system, what he took quite long period. അതാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. പഴയ ആൾക്കാർക്ക് ആരോഗ്യം കൂടുതലാണ്, പഴയ ആൾക്കാർക്ക് ആരോഗ്യം കൂടുതൽ. പഴയ ആൾക്കാർക്ക് ഈ മാളിലും പഴയ ആൾക്കാർക്ക് ഈ സ്വിഗ്ഗി സൊമാറ്റോയിൽ കൂടെ ഒരു ഫുഡും വന്നിട്ടില്ല. They cook their own. They eat sitting together. They make oxytocin more. They get more dopamine. ഇപ്പോൾ ഹസ്ബൻഡ് പറയാണ് വൈഫെടുത്ത്, നീ കഴിച്ചിട്ട് ഇറങ്ങിക്കോളൂ, ഞാൻ 1/2 മണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളൂ. ദാറ്റ് മീൻസ് എല്ലാവരും അവരവരുടെ ഓൺ ഇൻഡിപെൻഡന്റ് സിസ്റ്റമാണ്. കൈൻഡ്ലി ലെറ്റ് us come back to the old system of joint family, if not joint family, togetherness. ബട്ട് പണ്ട് എല്ലാവർക്കും 10 മക്കൾ, 8 മക്കൾ, 15 മക്കൾ, 12 മക്കൾ എന്നും ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാവർക്കും ഒരാള്, മാക്സ് ടു മാക്സ് സെക്കൻഡ് ആള്. Then how to go about it? Make neighbor as your own relative. Make upper flat guy is your own relative. Make lower flat guy is your own relative. You all join together, make a family. Live happily. Then make your mood entirely happier. For that, live in the present. How to live in the present? Without getting disturbance of thought and emotions. Emotion എന്താകട്ടെ, തോട്ട് എന്താകട്ടെ, അത് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് വിടുക. അത് എങ്ങനെ കട്ട് ചെയ്ത് വിടാൻ പറ്റും? ലൈക്ക് ഈഗിൾസ് ഐ വ്യൂ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ഡ്രോൺസ് വ്യൂ പോലെ നമ്മുടെ അകത്ത്, ഇളങ്കോയ്ക്കകത്ത് എന്ത് തരം തോട്ട് വരുന്നു, എന്ത് തരം തോട്ട് എന്ത് എമോഷൻസ് ഉണ്ടാക്കുന്നു, ദൂരത്തിരുന്ന് ഇളങ്കോ, വേറൊരു ഇളങ്കോ സൈഡിൽ നിന്ന് ഈ ഇളങ്കോയിനെ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഓക്കെ ഇളങ്കോ, ഐ റെഡ് യുവർ എമോഷൻസ്. ഓക്കെ, ആസ്ക് ദ എമോഷൻ ടു ഗോ ഔട്ട്. ലെറ്റ് നെക്സ്റ്റ് തോട്ട് കം എന്ന് ഒന്ന് പറഞ്ഞു നോക്കൂ. അങ്ങനെ നിങ്ങൾ ഇരിക്കാൻ തുടങ്ങുവാണെങ്കിൽ ദ എമോഷൻസ് ആൻഡ് തോട്ട് വിൽ നോട്ട് ക്യാരി യു. ഒരുപാട് തോട്ടുകൾ ഇളങ്കോ വേണം അല്ലേ? ഒരു ഇളങ്കോ സാർ വെച്ചോളുക. ഞാൻ ഡ്രോൺസ് വ്യൂ എന്നാണ് അതിന് ഞാൻ നോർമലി പറയുന്നത്. അപ്പോൾ സാറിന്റെ അഡ്വാൻസ് ടെക്നോളജിയിൽ ഒരു ഇളങ്കോയിന് ഫിറ്റ് ചെയ്യാം ടെമ്പററിലി, ജസ്റ്റ് ഫോർ ടെമ്പററി പർപ്പസ്. അതിനൊന്ന് കാണാൻ തുടങ്ങുവാണെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് ഡ്രാഗ്ഡ് ബൈ ദ തോട്ട് ആൻഡ് എമോഷൻസ്. ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ഡ്രാഗ്ഡ് ബൈ തോട്ട്സ് ആൻഡ് എമോഷൻസ്, you will live in the present. When you live in the present, you will have calmness, you will have happiness, you will really enjoy your life. When you enjoy your life, you will ensure that your opposite person also enjoys whatever you try to radiate happiness with, to him also or to her also. That leaves a healthy life, a holistic life, a holistic healthy, and your mindfulness will reach you there. What is mindfulness? I every day say that
aware, attend, moment to moment experience without prejudgment, with curiosity, and beginner's mind, let go. ഈ 7 വാക്കുകൾ മാത്രമാണ് ഞാൻ എന്നും മൈൻഡ്ഫുൾനെസ്സിൽ താണ്ഡവമാടുന്നത്. വേറെ ഒരു വാക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതെല്ലാം അറ്റാച്ച്മെന്റ്സ് ആണ്. ബേസിക് വേർഡ്സ് ആർ ഓൺലി 7. ലൈക്ക് വിബ്ജിയോർ എന്ന് പറയുന്ന ബേസിക് കളേഴ്സ് ഓൺലി 7. പക്ഷേ 50 കളർ, 100 കളർ, 150 കളറുകൾ ഉണ്ടെന്ന് കളർ പെയിന്റിന്റെ ആൾക്കാരൊക്കെ പറയുവാണെങ്കിലും you have basic colors only 7. Similarly, only 7 words are being there in mindfulness. ഈ മൈൻഡ്ഫുൾനെസ്സിനെ നിങ്ങൾ ഇന്റർലിങ്ക് ചെയ്യുവാണെങ്കിൽ you are going to have happier life ever. That too, holistic life. Holistic എന്ന് പറയുന്നത് body, mind, spirit and the people. ഇത് എപ്പോഴും നന്നായിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ച് കുറച്ചുകൂടെ സന്തോഷപൂർവ്വം ഇരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ചിരിക്കുക. ഇന്ന് വേണമെങ്കിൽ നമുക്ക് ലാഫ്റ്റർ തെറാപ്പിയിലോട്ട് പോകാം. ഓക്കെ, അതിനകത്ത് ഞാൻ ഒരു മദാമേടത്ത് പഠിച്ചതാണ് 1 2 3 4 5 6 7 8 9 10. അതിനകത്ത് അവർ പറഞ്ഞു തന്നത് എനിക്ക് 1 ഹ, 2 ഹ ഹ, 3 ഹ ഹ ഹ, 4 ഹ ഹ ഹ, 5 6 7 ഇങ്ങനെ നിങ്ങൾ 1 2 3 4 5 6 നോർമലി 6 അല്ലെ 7 നമുക്ക് അതിന് ഫർദർ പ്രൊളോങ് ആകത്തില്ല. ഞാൻ നോക്കിയിട്ട് 10 വരെ എനിക്ക് പോകാൻ പറ്റില്ല. അവർ 10 വരെ ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്ന ആഫ്റ്റർ സം ടൈം യു ഇനിഷ്യേറ്റ് ആർട്ടിഫിഷ്യൽ ലാഫിംഗ്, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ഓവർ us യുവർ നാച്ചുറൽ ലാഫിംഗ് ഫോർ ക്വൈറ്റ് സം ടൈം. ഇതൊരു ബെസ്റ്റ് മെഡിസിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ബെസ്റ്റ് മെഡിസിൻ വിൽ ട്രൈ ടു ഹോൾഡ് യുവർ hormones on a better state and your better mood. Better mood le sunlight, exercise. The third point is laughter. Fourth is food. Fifth is supplement. Sixth is music. Seventh is meditation again. Meditation kuda polum konduram. Eighth is affection, love and affection. Ninth is to respect even. 10th is sleep. And 11th is massage. I hope that I have given sufficient message today. Sir, കൊള്ളാമോ sir? തീർച്ചയായും വെരി ഗുഡ്. ഹോളിസ്റ്റിക് Thank you. ഹെൽത്തിനെ വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു. നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സാർ അത് മനോഹരമായിട്ട് ഒരു എൻവയോൺമെന്റിനെ കൂടെ കൂടുതൽ ആഡ് ചെയ്യും. അങ്ങനെ 4 പേരാക്കി. അതെ, ആ 4 പേരൊന്ന് സാർ മാത്രമേ പറഞ്ഞാൽ മതി. യെസ്, അത് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ എപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഏരിയ. അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ എൻവയോൺമെന്റിന്റെ ഭാഗമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും തിരിച്ച് എൻവയോൺമെന്റ് ഇപ്പോൾ തിരിച്ചു നൽകിക്കൊണ്ട്, ഇപ്പൊ നമുക്കറിയാം അതിഭയങ്കരമായ ചൂടാണ്, ഒട്ടും ചിന്തിക്കാൻ പറ്റുന്നില്ല. Yes, sir. നല്ല വാക്കാണ് സാർ പറഞ്ഞത്. നല്ല അടിപൊളി വാക്കാണ് ഇത്. ഞാനൊരു 7-8 വർഷത്തിന് മുമ്പ് എൻവയോൺമെന്റ് ചേഞ്ചസിനെ, ക്ലൈമറ്റ് ചേഞ്ചിനെ നമ്മുടെ ഡൽഹിയിലെ അവാർഡ് കിട്ടിയിരുന്നല്ലോ സാർ. Then he was being given charges of sexual color and all. കുറച്ചൊക്കെ പ്രോബ്ലം ചൗഹാൻ മനസ്സിലായി. ലോകാരോഗ്യ സംഘടനയുമായിട്ട് കണക്ട് ചെയ്തിട്ട്. യെസ് സർ, യെസ് സർ, വെരി ട്രൂ. അപ്പം അദ്ദേഹത്തിന്റെ ക്ലൈമറ്റ് ചേഞ്ചസിനെ കുറിച്ച് കുറേ ഞാൻ വായിച്ചിട്ട് എൻ്റെ ജൂൺ 5 എന്ന് ഞാൻ പറയും, ചിരിച്ചുണ്ട്. ജൂൺ 5 ഞാൻ ഒരു 100 സാപ്ലിംഗ് എങ്കിലും കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പല സമയങ്ങളിൽ പറയുന്നത് നമുക്ക് വി ഷുഡ് ഡിസ്പേഴ്സ് 500 സാപ്ലിങ്സ്, ബട്ട് 100 ട്രീസ് ആഫ്റ്റർ 5 years or so ഇറ്റ് വിൽ കം. ഔട്ട് ഓഫ് 500 100 വരും. എല്ലാ വർഷവും ഒരു 500 കൊടുത്താൽ ഒരു 100 നമ്മൾ എൻഹാൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ സൊസൈറ്റീനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിപ്ലീഷൻ ഓഫ് ഗ്രീനിനെ കുറയ്ക്കാൻ പറ്റുമെന്ന് ആരും എന്നെ വലിയതായിട്ട് സപ്പോർട്ട് ചെയ്തില്ല. ബട്ട് ദിസ് ഇയർ all my friends who are colleague of office are talking about overheat. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുത്തനും നിൽക്കാൻ പറ്റുന്നില്ല. ബാത്റൂമിൽ ഇരുന്ന് കുളിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ വേർക്കുന്നു. എനിക്ക് നിൽക്കാൻ പറ്റില്ല, പുറത്ത് പറഞ്ഞാലും ആയോ പോകുന്നു. ഞാൻ ഇപ്പോൾ പറയുമായിരുന്നു, ഞാൻ അന്ന് തൈ തരാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല, ഇന്ന് അനുഭവിക്കടാന്ന്. അറ്റ്ലീസ്റ്റ് ഈ വർഷമെങ്കിലും ട്രൈ ടു വേക്കപ്പ്, ലെറ്റ് us do saplings
ഓൺ ദ റോഡ്. ഞാൻ ഹൈവേയിലൊക്കെ പെർമിഷൻ ചോദിച്ചപ്പം അവർ തന്നില്ല സർ. അല്ലെങ്കിൽ മീഡിയനിൽ ഞാൻ ഒരു 5 കിലോമീറ്റേഴ്സ് ലെങ്ത്തിന് എൻ്റെ ഓഫീസിൽ നിന്ന് പെർമിഷൻ എടുത്തിരുന്നു. വി മൂവ്ഡ് എ ലോട്ട്. ബട്ട് ഹൈവേ പറഞ്ഞു നടക്ക്, നിങ്ങൾ ആരും വെക്കാൻ പാടില്ല എന്ന്. സാറേ, കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ ഈ ചൂടില് ഈ പറയുന്ന സംഗതികളെല്ലാം കരിഞ്ഞു പോവുക. നമ്മൾ വീട്ടില് സർവൈവ് ചെയ്ത്, വെള്ളമില്ല, അപ്പൊ സർവൈവ് ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ ചെടികളെ പോലും സർവൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തില് നമ്മൾ ഏകദേശം 2 മാസമായിട്ട് ഒരു ദാക്ഷിണ്യമില്ലാത്ത ചൂടാണ്. അപ്പൊ ഇതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളിലേക്ക് തന്നെ ആക്കിക്കൂടും. നമ്മൾ തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇന്ന് ഞാൻ MG യൂണിവേഴ്സിറ്റി പോയിരുന്നു. ഏറ്റവും കൂടുതൽ മരങ്ങളൊക്കെ ഉള്ള ഒരു ക്യാമ്പസാണ്, നല്ല മനോഹരമായ ക്യാമ്പസാണ്. പക്ഷെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. മുഴുവൻ ചുറ്റും മരങ്ങളാണ്, പക്ഷെ അത്രയ്ക്ക് ചൂടാണ്. അപ്പൊ നമുക്ക് സഹിക്കുന്നില്ലെങ്കിൽ ഈ ചെടികളൊക്കെ എങ്ങനെ സഹിക്കുമെന്ന് ആലോചിക്കുക. ഇങ്ങനെ പറയല്ലേ, പുതിയൊരു പഠനം വന്നല്ലോ, ചെടികളെ മുറിക്കുമ്പോഴും ചെടികളെ ഒടിക്കുമ്പോഴും ഒക്കെ അത് കരയുന്നു. അപ്പം അതിന്റെ ഫീലിംഗ് എന്തായിരിക്കും സാറേ? ഞാൻ ഇതിനകത്ത് ഈ ലവ് ആൻഡ് അഫെക്ഷൻ പറയുമ്പോൾ പ്ലാന്റ്സിനെ കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പറയാത്തത്, എൻ്റെ കനൽ ടീമിനടുത്ത് സാർ ചോദിച്ചു നോക്കുക. എനിക്ക് ഒരു ടോപ്പിക് ഉണ്ട്, ടോക്കിംഗ് വിത്ത് പ്ലാന്റ് എന്ന് പറഞ്ഞു. ഐ എവറി ഡേ ഡു ഇറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ 5 minutes. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ അച്ഛൻ്റെ കുറച്ച് സ്ട്രെസ് വന്നതുകൊണ്ട് ആഴ്ചയിൽ ഒരു 4 to 5 days എങ്കിലും ഞാൻ ഇപ്പോഴും ഉണ്ട് ടോക്കിംഗ് വിത്ത് എ പ്ലാന്റ്. സാർ, അത് വെജിറ്റബിൾ പ്ലാന്റിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ഈൽഡ് തരും. ഈവൻ സാർ രാവിലെ പറഞ്ഞോന്നാ പറഞ്ഞത്, രാവിലെ ചെന്ന് സംസാരിക്കണമെന്നാ. അത് 2 ഗുണങ്ങളാണ്. ഒന്ന്, ഈ കീടങ്ങളൊക്കെ മാറി നിൽക്കും. നമ്മുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ കീടങ്ങൾ മാറി നിൽക്കും. അപ്പൊ അത് അങ്ങനെയൊക്കെ പല സൈക്കോളജിക്കൽ വേ ഉണ്ട് ഇതിന്. അതുങ്ങൾക്കും ഉണ്ട് സൈക്കോളജി. നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല. നമുക്ക് മനസ്സിലാകാതെ നമ്മളാണ് ലോകത്തിലെ ഏറ്റവും ഉസ്താദ് എന്ന് നമ്മൾ എന്നും വിചാരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഹെഡ് വെയിറ്റ് കൂടുതലാണ്. മനുഷ്യനാണ് 6th sense ഉണ്ട് എന്ന്. ബട്ട് ദർ ആർ ക്രിയേച്ചേഴ്സ് വിച്ച് ആർ ബോധമില്ലാത്ത മനുഷ്യർ. അതെ, അവർ 7th sense വരെ ഉണ്ടെന്നാണ് ഞാൻ പല സമയങ്ങളിൽ ആർഗ്യൂ ചെയ്യാറുള്ളത്. ഈ സുനാമി വരുന്നതിന് തലേദിവസം തന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനസ്സിലാകുന്നു എന്നാണ് അവര് റിസർച്ച് റിപ്പോർട്ട് തരുന്നത്. അതൊന്നും നമ്മൾ ആഗ്രഹിക്കത്തില്ല. നമ്മൾ പറയും നമ്മളാണ് വേൾഡിലെ കിങ്. ഐ നോ എവറിത്തിങ്. ഐ ആം ഹാവിങ് 6th sense. ദേ ഓൾ ആർ ഹാവിങ് ഓൺലി 5 senses. നമ്മളായിട്ട് ഡിക്ലെയർ ചെയ്യാണ്. നമുക്കില്ലാത്ത എന്തെല്ലാം കഴിവുകളാണ് ഈ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉള്ളത്. പക്ഷെ ഇതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു കാര്യം ഇവിടെ നമ്മുടെ സാർ പറഞ്ഞില്ലേ, നമ്മുടെ ഇന്നർ പീസ് എന്ന് പറയുന്ന ഒരു തലമുണ്ട്. ഇന്നർ പീസ്, ആ തലത്തിൽ നിന്നല്ലേ നമ്മൾ ഹാപ്പിനെസിന്റെ വേവിലേക്ക് വരുന്നത്. ഇന്നർ പീസ് ഉള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഹാപ്പിനെസ് വളരെ കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയുന്നത് സന്തോഷത്തിന്റെ കുടം എന്ന് പറയും. സന്തോഷത്തിന്റെ കുടം നിറച്ച് അത് നമുക്ക് കവിഞ്ഞ് പുറത്തേക്ക് സന്തോഷം എക്സ്പ്രസ് ചെയ്യല്ലേ, ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. സാറ് ചിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പൊ സൂമിലൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് എങ്ങനെ ചിരിക്കുന്നത്? കാരണം നമ്മൾ നമ്മുടെ മുഖം കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും, അല്ലെങ്കിൽ മോശമാണല്ലോ എന്ന് വിചാരിക്കും. അല്ല, യഥാർത്ഥത്തിൽ ഒരു രൂപമാണെങ്കിൽ അപ്പൊ നമ്മളിങ്ങനെ സാറ് പറഞ്ഞ ആംഗ്രി, മറ്റുള്ളവരുടെ ദേഷ്യമൊക്കെ നമ്മുടെ മുഖം കണ്ട ആർക്കാണ് ദേഷ്യം വരാത്തത്? കാരണം അങ്ങനെയാണത്, ചിരിക്കുക പോലും ഇല്ലാതെ ആകെ ബലം പിടിച്ച് അങ്ങനെ ഇരിക്കുന്നത്. ആ ഒരു അവസരത്തില് നമ്മളുടെ ഇമോഷൻസ് കൃത്യമായിട്ട് അടുത്ത ആളുടെ മുഖത്ത് നിന്ന് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത്ര ഈസിയാണ്. അപ്പൊ ഈ ഇമോഷൻ കെമിക്കലും ഒക്കെ എത്രമാത്രം ചേർന്നാ നിൽക്കുന്നത്. പക്ഷെ ഇത് ഇപ്പോഴും പകുതി പേർക്ക് അല്ലെങ്കിൽ 90% ആളുകൾക്ക് അറിയത്തില്ല. ട്രൂ സർ, ട്രൂ. സാർ പറഞ്ഞ ഇന്നർ പീസിനാണ് ഞാൻ ഇന്റേണൽ ഹോർമോൺ സിസ്റ്റം അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് ഓഫ് മൈ ബ്രെയിൻ ആൻഡ് മൈ ബോഡി ഫർദർ പറഞ്ഞതാണ് സാർ. ഹോമിയോസ്റ്റാസിസ് എന്ന് സാർ പറഞ്ഞു. എന്ന് വെച്ചാല് എല്ലാം ഈക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന അവസ്ഥ, ചേഞ്ചസ് ഒന്നുമില്ല. ചേഞ്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് തിരിച്ചു വരും. വളരെ സിമ്പിൾ. റെസിലിയൻസ് എന്ന് ഒരു ടോപ്പിക് തന്നെ 1 മണിക്കൂർ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സാർ. ആ റെസിലിയൻസ് എത്ര ഫാസ്റ്റർ ആയിരിക്കുന്നുണ്ടോ അത്രയും ഹെൽത്തിയർ എന്നാണ് അർത്ഥം. അതിനാണ് ഞാൻ സിമ്പിൾ സ്ലാങ് ഭാഷയിൽ പറഞ്ഞത്. ഞാൻ താഴെ ബൈക്കിലിരുന്ന് വീഴുന്നു കഴിഞ്ഞാൽ എനിക്ക് ബ്രൂയിസും രക്തമും വന്നാൽ അത് എത്ര പെട്ടെന്ന് എനിക്ക് അത് ഹീലാകുന്നുണ്ടോ, ദാറ്റ്സ് വാട്ട് വി കോൾ ഇറ്റ് as ഹെൽത്ത്. താങ്ക് യു സർ. താങ്ക്സ് എ ലോട്ട് ഫോർ ഗിവിംഗ് മീ an opportunity. സാറേ ഞാനിപ്പോ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് വിട്ടോട്ടെ സാറേ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം. യെസ് മാം.
സോറി. ഉള്ളതുകൊണ്ടാണോ പറയുന്നത്? എന്താ സാറേ? അല്ല, തിരക്കുള്ളതുകൊണ്ടാണോ പറയുന്നത്? 8:10 ഒരു ക്ലാസ് ഉണ്ട് സാറേ. ഷുവർ പറഞ്ഞോളൂ. സോറി. ഇളങ്കോ സാറിന് ക്ലാസ് ഉണ്ട്, പെട്ടെന്ന് പറഞ്ഞു. സമഗ്ര ചികിത്സ, സമഗ്ര ആരോഗ്യം സാറ് പറയുമ്പോ ശരിക്കും ഇപ്പോഴത്തെ ഒരവസ്ഥ സാർ അതിന്റെ ഇടയിൽ പറഞ്ഞിരുന്നു. കാരണം നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ പോയാലുള്ള അവസ്ഥ അതിൽ വന്നു സാറിന്റെ ആ വർത്തമാനത്തില്. കാരണം വേണ്ടാത്ത കുറെ കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എൻ്റെ ഒരു ബന്ധു വെറുതെ ഒന്ന് കാലുവേനയായിട്ട് പോയിട്ട് അവിടെ ഇരിക്കൂന്ന് പറഞ്ഞതാണ്. അവിടെ എത്തിയിട്ടാകുമ്പോ അവസാനം കുറെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാണ്ട്, അപ്പൊ 8,000 സംതിങ് അങ്ങനെ എന്തോ ബില്ല് വന്നു. ഇവര് ഞെട്ടിപ്പോയി. അവര് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി പോയതാ. പിന്നെ ബോംബെയിലുള്ള മോളെ വിളിച്ചിട്ട് അങ്ങനെ ഗൂഗിൾ പേ ചെയ്യേണ്ടി വന്നു. അപ്പം സമഗ്ര ആരോഗ്യത്തിന് നമ്മൾ സാധാരണയായിട്ട് ഹെൽത്തിന്റെ പിന്നെ ഈ പറഞ്ഞ പോലെ അതില് സാറ് സഫീഷ്യന്റ് ഫുഡ് പറഞ്ഞു. സഫീഷ്യന്റിൽ തന്നെ റൈറ്റ് ഫുഡും കൂടി അല്ലേ സാറേ? സഫീഷ്യന്റ് ആയിട്ട് ഫുഡും കൂടി കഴിക്കണം എന്നുള്ളതാണ്. പിന്നെ ക്വാണ്ടിറ്റി അല്ല, മനസ്സിലായി സാറേ. ക്വാളിറ്റി ഫുഡ്, യെസ് മനസ്സിലായി. അതുപോലെ Right. ലിവിങ് ഇൻ മനസ്സിലായി സാറേ. സോറി. അതുപോലെ ലിവിങ് ഇൻ ദി പ്രസന്റിൽ ഇപ്പൊ കാംനെസ്സും ഹാപ്പിനെസ്സും എൻജോയും എല്ലാം പറഞ്ഞു സാറ്. പിന്നെ കേരളത്തിലുള്ള തലമുറനെ പറ്റി പറയുമ്പോ കേരളത്തിലുള്ള ഇപ്പം സാറിന്റെ ഫാദർ ഈ 90 കഴിഞ്ഞിട്ടും അവിടെ ഇരുന്നിട്ട് വീട്ടിലിരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നോണ്ടാണ്, മുകളിലൊന്നും പോകാതെ ഭക്ഷണം കഴിക്കുന്നോണ്ടാണ് ഇത്ര ആരോഗ്യമായിട്ട് നിൽക്കുന്നത്. അത് ഇപ്പൊ കഴിക്കുന്നോണ്ടല്ല, പണ്ട് അവര് കഴിച്ചിരുന്ന ആ ഭക്ഷണം അതിപ്പം അവർക്ക് അത് അസുഖം ഇല്ലാതെ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അധികം പിന്നെ ഉമിക്കരിയിൽ പല്ലിയേക്കൽ, അതിൽ തന്നെ മാവിലെങ്ങനെ മുറിച്ചിട്ട് അതിൽ പല്ലിയേക്കുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടായിരുന്നു സാറേ. മാവിലെല്ലാം നമുക്ക് ഇങ്ങനെ അമ്മമാര് ചെയ്തു തരും. ഓക്കെ സാർ, നല്ല ക്ലാസ്. ഇന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു സാറ്. താങ്ക് യു സാർ. താങ്ക് യു സാബു സാർ. താങ്ക് യു സാബു സാർ. ഓക്കെ, അനുവിത മാഡം പറഞ്ഞത് ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. പഴുത്ത മാവിൻ ഇല കൊണ്ട് പല്ല് തേച്ചാൽ പുഴുത്ത പല്ലും നവരത്നമാകുമെന്ന് പാടി കേട്ടിട്ടുണ്ട്. അപ്പോ ഈ സാറ് പറഞ്ഞ പോലെ ടൂത്ത് പേസ്റ്റിന്റെ പരസ്യത്തില് നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്ന് പറയുന്ന ഒരു പരസ്യം, അതേപോലെ കാർബൺ അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരുന്ന കാണാറുണ്ട്. ലൈറ്റ് ബ്ലാക്കിഷ് അല്ലെങ്കിൽ ആഷ് കളർ ടൂത്ത് പേസ്റ്റ്. അപ്പൊ അവര് ശരിക്കും ആദ്യമൊക്കെ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവർ അത് തന്നെയാണ് പിന്നെയും കൊണ്ടുവരുന്നത്. പിന്നെ അതേപോലെ മറ്റൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തത്, സ്പിരിച്വാലിറ്റിയും റിലീജിയനും സെയിം അല്ലാന്ന് സാർ പറഞ്ഞു. അപ്പൊ അത് നമുക്കും കുറച്ച് കോൺഫ്ലിക്റ്റ് ആവുന്ന കാര്യമാണ്. നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് അത് രണ്ടും സെയിം ആണെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, വ്യത്യസ്തമാണെന്നുള്ളത് സാർ പറഞ്ഞു തന്നു. പിന്നെ അതേപോലെ റൈറ്റ് ഫുഡിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ പെറ്റിനെ സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോ പുലിയെ സ്നേഹിക്കുന്ന എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ട് പെറ്റിനെ സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ കുക്കിംഗ് ഒരു കാര്യം പറഞ്ഞു. അത് സത്യമാണ്. നമ്മളിപ്പോ ഇഷ്ടത്തോടു കൂടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അത് അവർ കഴിച്ച് അതിന് അപ്രീസിയേഷൻ കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ അവര് ഇഷ്ടത്തോടു കൂടി അത് കഴിക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സ് നിറയുന്നതാണ്. അത് പ്രത്യേകമായ ഒരു സന്തോഷമാണ്. അത് നമ്മളുടെ മൂഡ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സാർ പറഞ്ഞ പോലെ നമ്മുടെ മൂഡ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത്. മൂഡ് അപ്പ് ആണെങ്കിൽ നമുക്ക് എല്ലാം ആക്റ്റീവായി ചെയ്യാൻ വേണ്ടി പറ്റും. മൂഡ് ഡൗൺ ആവുമ്പോൾ നമ്മൾ ചിന്തിച്ച ഒരു കാര്യങ്ങളും നേരാവണ്ണമുള്ള വഴിയിൽ പോവില്ല. ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ മൂഡ് ബാലൻസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. വളരെ നല്ല സെഷൻ ആയിരുന്നു സാർ. നല്ല രീതിയിൽ നമുക്ക് സെഷൻ എടുത്തു തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സാർ. ഇല്ലേ, ഒരു കാലത്ത് റിലീജിയനും സ്പിരിച്വാലിറ്റി ഒന്നായിരുന്നു. അതെ, ഇപ്പൊ അല്ല. അതെ, അങ്ങനെ ഒരു കാലത്തൊക്കെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, ഒത്തിരി വ്യക്തികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നല്ല. ജോർജ് സാറേ. ഹായ്, താങ്ക് യു സാർ. ഇളങ്കോ സാർ, വളരെ സന്തോഷം ഒരിക്കൽ കൂടെ ഇങ്ങനെ കാണാനും ഇതൊക്കെ കേൾക്കാനും ഇടവന്നല്ലോ. എത്ര നല്ല ടിപ്സ് ആണ് സാർ തന്നത്. വാസ്തവത്തിൽ ആശുപത്രി മനുഷ്യൻ നന്നായി ജീവിച്ചാൽ ഡോക്ടേഴ്സൊക്കെ പാടത്ത് പോയി പണിയെടുക്കേണ്ടി വരുമെന്ന് പണ്ട് ഏതോ ഒരു ഫിഷഗുരൻ പറഞ്ഞതായിട്ട് ഞാനത് ഇപ്പം മറന്നുപോയി, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ ആശുപത്രികളൊന്നും ഇതുപോലെ ഡെവലപ്പ് ചെയ്യില്ല, ഫാർമ കമ്പനികളും ഇല്ല. വാസ്തവത്തിൽ നമ്മളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതെല്ലാം ഈ പരസ്യ കമ്പനികളും മീഡിയാസ് എല്ലാം ഉണ്ട്. അതുപോലെ നമ്മുടെ ഭരണ
നേതൃത്വവും ഇതിന് കൂട്ടാം, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് എത്ര കാലമായി പറയുന്നു ഈ MRP തന്നെ, MRPയുടെ ബേസിൽ ടാക്സ് വേണമെന്ന് എത്രയോ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് പാർലമെന്റിൽ പോലും. പക്ഷെ ഒരു MP യും പറഞ്ഞിട്ടില്ല അതേപ്പറ്റി. MRPയുടെ ബേസിൽ വന്നു കഴിഞ്ഞാൽ MRP അടിക്കുന്നതിനനുസരിച്ച് കമ്പനി ടാക്സ് കൊടുക്കണം. ഇതങ്ങനെയല്ലല്ലോ. 3000 രൂപ MRP അടിച്ചു 1000 രൂപയ്ക്കും 800 രൂപയ്ക്ക് കിട്ടും, 1500-നും വിൽക്കും, പറ്റിയവനാണെങ്കിൽ 2500-നും വിൽക്കും, അല്ലെങ്കിൽ 3000-ഉം മേടിക്കും. എന്ന് പറഞ്ഞ പോലെ ഈ ഭക്ഷണ രീതി ആധുനിക തലമുറയെ മുഴുവൻ വഴി പഠിപ്പിച്ചത് ഈ പരസ്യങ്ങളാണ്. നിറവും മണവും രുചിയുമാണ് ആകർഷകം. പ്രത്യേകിച്ച് നമുക്ക് ഇതിന്ന് വല്ല മോചനമുണ്ടോ? നമ്മളിതെന്ത് പറഞ്ഞാലും ശരി, കുടുംബാംഗങ്ങളും ഏതെങ്കിലും ഒരു ആഘോഷത്തിലോ സൽക്കാരത്തിലോ വല്ലതും ചെന്ന, കല്യാണത്തിന് നമ്മൾ പോയി ചെന്ന് ഇതൊന്നും വേണ്ട ഇതൊന്നും വേണ്ട എന്നും പറഞ്ഞ് ബൊഫേ കൗണ്ടറിൽ ഒന്ന് പോയാൽ ഇതെന്നതാ ഇത്, ഓ ഇനി 100 വയസ്സായിട്ടും ചാവാനില്ല, നീയൊക്കെ ഒത്തിരി കാലം അടുത്ത തലമുറയ്ക്കും ജീവിക്കൂ. അപ്പം ഇങ്ങനെ എന്തെല്ലാമൊക്കെ പരിഹാസമാ പറയുന്നത്. എല്ലാവരും ആ വഴിയാ പോവുക. നമുക്ക് മാറി ചിന്തിക്കാനൊന്നും പറ്റില്ല, ഒന്നും മിണ്ടാൻ പറ്റില്ല, വീട്ടിൽ പോലും പറ്റുമോ? അതുമില്ല. കാരണം അവരൊക്കെ കാണുന്നത് ഈ പരസ്യ ലോകത്താണ്. അതിനെ അംഗീകരിച്ച് ഉൾക്കൊണ്ട് പോകുന്നവരെല്ലാവരും. ഇപ്പോൾ പരസ്യത്തിൻ്റെ കാര്യം തന്നെ സാറ് പറഞ്ഞല്ലേ, സിബാക്ക കമ്പനി, അതുപോലെ കോൾഗേറ്റ്, അവരൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ കണ്ടതല്ലേ പതഞ്ജലി ആ സ്വാമിയുടെ പരസ്യങ്ങൾ എന്തുമാത്രമായിരുന്നു. സുപ്രീം കോടതി ഇത്രയും ഗൗരവമായി ഇടപെട്ടതുകൊണ്ട് മാത്രമല്ലേ എന്തു തട്ടിപ്പാണ്. അലോപ്പതി എല്ലാത്തിനായിട്ട് വെല്ലുവിളിക്കുകയും പരസ്യമായി അവഹേളിക്കുകയും. സ്വാമിയെ കണ്ട ആ വയറൊട്ടി പിടിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓ ഇയാൾ തന്നെ ആരോഗ്യത്തിന്റെ പര്യായം, സർവ്വജീവനും ഇയാളുടെ കയ്യിലുണ്ടെന്ന് കരുതി അയാളുടെ പ്രൊഡക്റ്റൊക്കെ ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട്. ഞാനും ഒരു സമയത്ത് കരുതിയിരുന്നു ഏറ്റവും നല്ലതാ, സ്വാമിയെ വിശ്വസിക്കാമല്ലോ. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് അയാളുടെ 16 ഉൽപ്പന്നങ്ങൾക്ക് ലൈസൻസ് കളഞ്ഞു, പെനാൽറ്റി, എന്തെല്ലാം എത്ര ദിവസത്തെ വാർത്തയായിരുന്നു. അങ്ങനെയൊന്നും വാർത്ത വന്നില്ലെങ്കിൽ നമുക്ക് ഇതേപ്പറ്റി പറയാൻ പോലും പേടിയായിരുന്നു, അല്ലെങ്കിൽ പറയാനില്ലല്ലോ. കാരണം അവരൊക്കെ ആരപ്പോ എത്ര 50,000 കോടിയുടെ ബിസിനസ് മറ്റാണ് വർഷങ്ങൾക്ക് മുമ്പേ കേട്ടത് പതഞ്ജലിയിൽ. അതുപോലെ എന്താ പറയണേ, ഇന്നത്തെ തലമുറ മാറി ചിന്തിച്ചില്ലെങ്കിൽ, ഇപ്പൊ പരിസ്ഥിതിയുടെ കാര്യം തന്നെ സാറ് പറഞ്ഞല്ലോ, വെള്ളത്തിന്റെ കാര്യം, നമ്മുടെ ഭൂഗർഭ ജലനിരപ്പ് എത്രയോ താഴേക്ക് പോയി. പോകാൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാരണം ഞാൻ കാണുന്നത്, പണ്ട് നമുക്ക് നെൽകൃഷി വളരെ കൂടുതലായിരുന്നു. നെൽകൃഷി ഉണ്ടെങ്കിൽ ഒരു കൃഷിയുടെ കാലത്ത് ചുരുങ്ങിയത് 3 മാസ കാലയളവ് അത്രയും പ്രദേശത്ത് വെള്ളം കെട്ടി നിർത്തണം. കുളങ്ങൾ ധാരാളം, ഈ വെള്ളമെല്ലാം സംഭരിച്ച് ഭൂമിയിലേക്ക് പോകും. അവിടെ നമ്മുടെ മണ്ണിര ഞാഞ്ഞൂള്, അവൻ ഭൂമിയുടെ സിറിഞ്ചാന്നാ പറയണത്. കീഴോട്ടും മേലോട്ടും പുള്ളി ചൂടും തണുപ്പും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. അതിൽ കൂടെ വെള്ളം താഴേക്ക് ഇറങ്ങി ആ ഭൂമിയിൽ ജലം സംഭരിച്ചുകൊണ്ടിരുന്നു. കീടനാശിനി പ്രയോഗം വന്നതോടുകൂടി അതുങ്ങളൊക്കെ ചത്തുപോയി, അംശമില്ല. കൃഷിയില്ല, കൃഷി നിലങ്ങളിൽ അതിനു മുമ്പേ തന്നെ കീടനാശിനി ഉപയോഗിച്ചുകൊണ്ട് ഈ ജീവികളും പോയി. അപ്പോൾ എന്താ, താഴേക്ക് വെള്ളം ഇറങ്ങുന്നില്ല, ഈ സിറിഞ്ചില്ല താഴേക്ക് കുത്തി ഇറക്കാൻ. പ്രകൃതി വലിയ ദുരന്തം. നമ്മൾ ഇത്രയെങ്കിലും കഴിഞ്ഞു ജീവിച്ചു, വരും തലമുറ എന്ത് ചെയ്യും? പേടിപ്പെടുത്തുന്നു. അതല്ലേ സത്യം. എന്തായാലും സാറ് ഒത്തിരി കണ്ണ് തുറക്കുന്ന, കാതിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുട്ടി ഓർമ്മിപ്പിക്കുന്ന ഒത്തിരി നല്ല മെസ്സേജസ് ഉണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി, പ്രത്യേകം അഭിനന്ദനം. അങ്ങനത്തെ ടോപ്പിക് തന്നതുകൊണ്ടാണ് സാർ, ഹോളിസ്റ്റിക് ഹെൽത്തിന് തന്നതുകൊണ്ടാണ് ഇതെല്ലാം. അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് മാത്രമാണ് തരുന്നത്. അപ്പൊ ഞാൻ ആ ഏരിയ സംസാരിക്കുള്ളൂ. താങ്ക് യു സാർ. തീർച്ചയായിട്ടും ഇങ്ങനെ വേണം വേർഷൻ, അതിൻ്റെ അത് ചേഞ്ച് വരുത്താൻ. ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് പലതിനെ നമുക്ക് ലിങ്ക് ചെയ്യാം, സിങ്കർണൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരേ രീതിയിൽ തന്നെ നമ്മൾ കടന്നു പോകും. ഓക്കെ, താങ്ക് യു സാർ. സാറിന് ക്ലാസ് ഉണ്ടല്ലോ, താങ്ക് യു വൺസ് അഗൈൻ. നാളെ നമുക്ക് എന്റർപ്രണർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഗുഡ് നൈറ്റ് ആൾ.